സത്യത്തിൽ CPM ഈ അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനാണ്? അതായത് ഹിന്ദുക്കളായിട്ടുള്ള വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണത്. അതിന് ഇതുപോലെ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവ് ചെയ്ത് പന്തൽ കിട്ടിയതുപോലെ ആളുകളുടെ അത് പറയേണ്ട ആവശ്യമില്ല. അത് അവർ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അതിന് ഇതിപ്പോൾ ഒരു വിശ്വാസികളെ ഹൈന്ദവ വിശ്വാസികളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് പ്രയോഗിച്ചത്. പക്ഷെ അത് പണി കിട്ടി. കാരണം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് സംഘപരിവാർ ഇപ്പോൾ ഉടനെ തന്നെ അവർ അയ്യപ്പ സംഗമം നടത്താണ്. അപ്പോൾ ആ ഹിന്ദുക്കൾ വിശ്വാസികൾ അങ്ങോട്ട് അവർ വലിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ ഒരു പണി ചെയ്യുമ്പോൾ അതിന് എതിർ പണി വേറെ സ്ഥലത്ത് കിട്ടുകയാണ്. കാരണം ഇവരിത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ ചെയ്യേണ്ടത് അയ്യപ്പന്മാർക്ക് വരുമ്പോഴുള്ള വിശ്വാസികൾക്ക് സൗകര്യങ്ങൾ ശബരിമലയിൽ വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ആ ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങളുടെ ടാക്സ് മേടിച്ചിട്ടാണ് അത് ചെയ്യണത്. അതിന് യാതൊരു എതിർപ്പും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇല്ലതാനും. അവിടെ ശബരിമലയിൽ ചെയ്ത് കൊടുത്തോട്ടെ, അതിനൊന്നും എല്ലാവരും ടാക്സ് മേടിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അവിടുത്തെ സമ്പത്ത് അവിടെ കിട്ടുന്ന പണം കൊണ്ട് മാത്രം നടക്കില്ല. അത് ആ പണം കൊണ്ട് ഒരുപാട് ആ ദേവസ്ഥത്തിന് കീഴിലുള്ള അമ്പലങ്ങളുടെ ആയിരക്കണക്കിന് അമ്പലങ്ങളുടെ ശമ്പളങ്ങളും നിർദ്ധാരണമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അല്ലാതെ ഉള്ള പൈസ ചെയ്തോട്ടെ. പക്ഷേ അത് ചെയ്തു കൊടുക്കാതെ അതുപോലെ 50 വയസ്സിൻ്റെ താഴെയുള്ള സ്ത്രീകളെ അവിടെ കയറ്റണമെന്ന് ഒരു നിർബന്ധം പിടിച്ചു. അതെന്തായി? അത് തെറ്റല്ലേ? അതവിടെ വിശ്വാസം നടന്നോട്ടെ. അതിന് നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയം അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. അതൊരു മതങ്ങളുടെ വിശ്വാസപ്രകാരമായിട്ട് ജനങ്ങൾക്ക് അവിടെ മറ്റുള്ള ആളുകൾക്കൊന്നും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ശബരിമലയിൽ സ്ത്രീകൾ വയസ്സ് കുറഞ്ഞ സ്ത്രീകൾ കയറിയാലും എന്താ കയറിയില്ല അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതവിടെ വിശ്വാസപരമായി പോകണം. അവിടെയൊക്കെ ഇടപെട്ട് ചളാക്കിക്കൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ വിശ്വാസങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത്. അത് കൊണ്ടൊന്നും ഗുണമില്ല, ദോഷമല്ലാതെ ഗുണം ഇവിടെ ഉണ്ടായിട്ടില്ല. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഒരിക്കലും CPM ചെയ്യാതിരിക്കുക നല്ലത്. അതുപോലെ തന്നെ അവിടെ സ്വർണം കണ്ടിട്ടില്ല, ഇങ്ങനെയുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശുദ്ധ മണ്ടത്തരം.